വിഷുവിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണല്ലോ കൊന്നപ്പൂവ്. സ്വർണ്ണ നിറം പൂശി കുണുങ്ങി നിൽക്കുന്ന ഈ പൂക്കൾ ആരെയാണ് ആകർഷിക്കാത്തത്? എന്നാൽ ഈ കൊന്നപ്പൂവിനുമുണ്ട് ഒരു കഥ പറയാൻ. അതെന്താണെന്നറിയണ്ടേ? ഒരിടത്ത് ഒരു ബ്രാഹ്മണ ഉണ്ണി ഉണ്ടായിരുന്നു. അമ്മ എല്ലാ ദിവസവും ഉണ്ണിക്ക് അമ്പാടിയിലെ ഉണ്ണിക്കണ്ണനെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുക്കും. ഈ കഥകൾ കേട്ട് ഉണ്ണിക്ക് കണ്ണനെ കാണാൻ കലശലായ ആഗ്രഹം തോന്നി. എന്നും തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് ഉണ്ണി കണ്ണനെ വിളിക്കും. എന്നും തന്നെ വിളിക്കുന്ന ഉണ്ണിയുടെ കാര്യമോർത്തപ്പോൾ ശ്രീകൃഷ്ണന്റെ മനസ്സലിഞ്ഞു. ഒരു ദിവസം ശ്രീകൃഷ്ണൻ അമ്പാടിക്കണ്ണന്റെ വേഷത്തിൽ ഉണ്ണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണി ഓടി വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ചു. ഉണ്ണിയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ സന്തോഷവാനായ കണ്ണൻ തൻ്റെ അരയിലുണ്ടായിരുന്ന അരഞ്ഞാണം ഊരിയെടുത്ത് ഉണ്ണിക്കു നൽകി. ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനായതോടെ ഉണ്ണി അരഞ്ഞാണവുമായി വീട്ടിലേക്കു പോയി. പിറ്റേ ദിവസം പൂജാരി ക്ഷേത്രനട തുറന്നപ്പോൾ വിഗ്രഹത്തിലെ പൊന്നരഞ്ഞാണം കാണാനില്ല. കൃഷ്ണവിഗ്രഹത്തിലെ മാല മോഷണം പോയ കാര്യം നാട്ടിലാകെ പാട്ടായി. അതിനിടെ ചിലർ ഈ അരഞ്ഞാണം നമ്മുടെ ഉണ്ണിയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി. തൻ്റെ മകൻ കള്ളനാണെന്ന് കരുതിയ ഉണ്ണിയുടെ അമ്മ വഴക്കു പറയുകയും തല്ലുകയും അരഞ്ഞാണം വാങ്ങി ദൂരെ എറിയുകയും ചെയ്തു. അരഞ്ഞാണം ഒരു മരത്തിൽ കുരുക്കിയുകയും സ്വർണ്ണ നിറമുള്ള പൂക്കളായി തീരുകയും ചെയ്തത്രേ. അതാണത്രേ കൊന്നപ്പൂക്കൾ.